പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര, ജൈത്രയാത്ര അല്ലെങ്കിൽ പുതിയ അതിഥികളെ തേടിയുള്ള യാത്രയാണ് ഈ 230 എപ്പിസോഡുകൾ പിന്നിട്ട് മുന്നോട്ട് പോകുന്നത്. എന്തായാലും നമ്മുടെ യാത്രയിൽ ഞങ്ങൾ ഒരുപാട് വ്യത്യസ്തരായ അതിഥികളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു. ഇനിയും വ്യത്യസ്തരായ ഒരുപാട് അതിഥികൾ നമ്മുടെ കേരളത്തിലും അതിന് ചുറ്റും ഒക്കെയുള്ള പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അവരെ തേടിയുള്ള യാത്ര ഇന്ന് സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര, ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലല്ല, നമ്മുടെ കേരളത്തിൽ 14 ജില്ലകളിൽ 5ാമത്തെ ജില്ലയായ കോട്ടയം ജില്ലയിൽ കുന്നന്താനം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്ടിലൊരു പാറ ഈടിക്കകത്തൊരു അതിഥി വന്ന് കടന്നു എന്ന് പറഞ്ഞു അദ്ദേഹം എന്നെ വിളിക്കുകയുണ്ടായി. അപ്പോൾ എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീം എന്ന് ഒരുമിച്ചുണ്ടായിരുന്നു. കോട്ടയം ജില്ലയിലെ നെടുങ്കുന്നം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഇതിനു മുന്നേ കുറച്ച് നാൾക്ക് മുന്നേ ഞാനൊരു സ്ഥലത്തു നിന്നാണ് ഒരു പാമ്പിനെ എടുത്തു. പക്ഷേ ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കോട്ടയം ജില്ലയിൽ ഞാൻ സ്ഥിരമാണെന്നുണ്ട്. ഇന്നലെയും ഇതുവഴി കടന്നുപോയി. ഞാൻ കട്ടപ്പനയിൽ പോയത് ഇതുവഴിയാണ് പോയത്, ഇടുക്കി ജില്ലയിൽ പോയത് ഇതുവഴിയാണ് പോയത്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ പ്രേക്ഷകരെ തേടിയിരിക്കുന്ന അതിഥി, അല്ലെങ്കിൽ അതുമാത്രമല്ല നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാനായിരിക്കുന്ന അതിഥി ഒരുപാട് ബോറടിച്ചിരിക്കുകയാണ്, പാറയിടിക്കാത്തിരിക്കുകയാണ്. എന്തായാലും ഉടനെ എടുത്തിട്ട് പോകാനൊന്നും കഴിയില്ല. നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ ആ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ നമുക്ക് ഈ വീട്ടിൻ്റെ പിന്നിൽ ആ അതിഥി ഒളിച്ചിരിക്കുന്ന പാറക്കെട്ടിലേക്ക്. നമ്മളെന്തായാലും അതിഥി ഇരിക്കും, നമ്മൾ തേടി വന്ന അതിഥി ഇരിക്കുന്നത് ഈ മാളത്തിൽ, ഈ പാറക്കെട്ടിനകത്താണെന്ന് അവർ പറയുന്നു. ഈ പാറയ്ക്കകത്ത് തല കണ്ടു എന്നാണ് അവർ പറയുന്നത്. ഈ ദൗത്യം എത്ര കണ്ട് വിജയിക്കുമെന്ന് അറിയില്ല. കാരണം പാറ അടുക്കുകളായതുകൊണ്ട് ഈ പാറ അടുക്കിനകത്ത് പാമ്പ് കയറി കഴിഞ്ഞാൽ ഈ അടുക്കിനകത്തുള്ള ഉള്ളിലേക്ക് എത്രത്തോളം ഈ 100 മീറ്റർ നീളത്തിലേക്ക് കെട്ടുണ്ടെങ്കിൽ ആ 100 മീറ്ററോളം ദൂരത്തിൽ ഇതിന് പോകാൻ കഴിയും. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ശ്രമം, ഒരു അരമണിക്കൂർ മുന്നേ ഇതിനകത്ത് ഈ ഹോളിൽ നിന്ന് തല പുറത്തേക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മളൊരു ശ്രമം നടത്തുകയാണ്. കുറച്ചല്ല, എനിക്ക് തോന്നുന്നത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കല്ല് പൊളിക്കണം. കാരണം ഇത് അങ്ങോട്ട് മാറിയിട്ട് നമുക്കറിയാം. ഇനി നമ്മൾ ഇവിടെ പൊളിക്കാന്നാൽ, ഇവിടെ ഇളക്കാന്നാൽ ഈ പാമ്പ് അങ്ങോട്ട് വലിഞ്ഞ് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുഴുവൻ കെട്ട് പൊളിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്തായാലും അരമണിക്കൂർ സമയം തലയിട്ടിട്ട് ആയുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പൊളിക്കും. നമ്മൾ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. ഇപ്പോൾ നാട്ടുകാരായ 2-3 ചെറുപ്പക്കാരുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദൗത്യം പൂർണ്ണമാക്കാൻ കഴിയും. നമുക്ക് എന്തായാലും ആദ്യം നോക്കട്ടെ അതിൻ്റെ അവസ്ഥ എന്താണ്. കോട്ടയം, ഇടുക്കി ജില്ലകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ജോലി കൂടുതലാണ്. കാരണം മല ഏരിയ കൂടുതലായതുകൊണ്ട് പാറയ്ക്ക് വില കുറവാണ്. അപ്പോൾ സ്വന്തം പറമ്പിൽ പാറ ഉള്ളതുകൊണ്ട് പാറ പൊട്ടിച്ച് മതിൽ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് ചെയ്യുന്നൊരവസ്ഥയാണ്. അപ്പോൾ പാറ ഇടിക്കിനകത്ത് കയറി കഴിഞ്ഞാൽ മുഴുവൻ പാറയും പൊളിക്കണം. കഴിഞ്ഞ ദിവസം തൊട്ട് 2 ദിവസമായിട്ടുള്ളൂ ഞാൻ കോട്ടയം ഇടുക്കി ജില്ലയിലേക്ക് വന്നിട്ട് രാത്രി വൈകുന്നേരം 4 മണിക്ക് വന്ന ഞാൻ പിറ്റേന്ന് രാവിലെ 11 മണിക്കാണ് വീട്ടിലേക്ക് വന്നത്. ഒരു ആഞ്ഞിലി മുറിച്ച് മാറ്റി. വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു പാമ്പ് അതിനകത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അവരില്ല, കണ്ടു എന്ന് പറഞ്ഞു. 2 ദിവസം മുന്നേ കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ വന്നു, വെളുക്കുന്ന വരുന്ന ആഞ്ഞിലിയൊക്കെ മുറിച്ച് മാറ്റിയിട്ടൊന്നും അതിനെ കിട്ടിയില്ല, അതിനകത്ത് പാമ്പില്ലായിരുന്നു. തൊട്ട് അടുത്ത് തന്നെ കട്ടപ്പന എന്ന് പറഞ്ഞ സ്ഥലത്ത് അതേ ദിവസം തന്നെയാണ് രാത്രി കിണറ്റിലൊരു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ അത് കിട്ടത്തില്ല, അതിനകത്ത് മുഴുവനും മാളങ്ങളായിരിക്കുന്നു. പക്ഷേ ഞാൻ ഇറങ്ങാൻ പാട് എനിക്കറിയാം. കാരണം അതിന് റിങ്ങില്ല, അരങ്ങാണമില്ലായിരുന്നു. 4 മണിക്ക് വന്ന് ഞാൻ രാത്രി 10 മണിക്കാണ് കിണറ്റിലേക്ക് ഇറങ്ങുന്നത്. അതിനകത്ത് ഇറങ്ങിയപ്പോൾ ഒരു 5500 ഹോളുകളായിരുന്നു. അതിനെ എടുക്കാൻ കഴിയില്ല. 2 ദൗത്യം കഴിഞ്ഞ് ഇന്നലെ ഉച്ചയ്ക്കാണ് ഞാൻ തിരുവനന്തപുരത്ത് എത്തുന്നത്. അത് കഴിഞ്ഞ് ഇന്നലെ രാവിലെ വേഷം കെട്ടി ഇറങ്ങിയതാണ്. എന്നുള്ള യാത്ര ഇങ്ങനെ തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു. എന്തായാലും നമ്മുടെ ദൗത്യം നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ നാട്ടുകാരുടെ സഹകരണം, കാരണം എല്ലാ സ്ഥലത്തും പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ ഒരു തടസ്സമെന്ന് പറഞ്ഞാൽ കാണാനായി വരുന്ന ആൾക്കാരുടെ ഒരു തള്ളിക്കയറ്റമാണ് നമ്മളെ ജോലിയിലേക്ക് ഒരു തടസ്സം ഉണ്ടാക്കുന്നത്. അതിവിടെ എന്തായാലും ഉണ്ടാകത്തില്ല എന്നാണ് എന്നെ വിളിച്ച സാറ്. ഞങ്ങൾ 3 വരെ ഉള്ളെന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ 3 വരെ ഉള്ളൂ, 300 രൂപ മാത്രമേ ആയിട്ടുള്ളൂ, 0 മാത്രം മാറിയിട്ടുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും നല്ല സമീപനം, നല്ല സഹകരണം നമ്മുടെ ദൗത്യത്തിൽ നമ്മുടെ പ്രേക്ഷകർ, നമ്മുടെ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ പ്രേക്ഷകർ
കാണുന്നുണ്ട്. ഒരു പാമ്പിനെ പിടിക്കാനും ചെന്ന് പിടിച്ചുകൊണ്ടങ്ങ് പോവുകയല്ല. മതിൽ പൊളിക്കുന്നു, മരം മുറിക്കുന്നു, സേഫ്റ്റി ടാങ്കിൻ്റെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സേഫ്റ്റി ടാങ്കിൻ്റെ അകത്തുനിന്ന് പാമ്പിനെ എടുക്കുന്നതാണ് കഴിഞ്ഞ 2-3 എപ്പിസോഡുകൾക്ക് മുന്നേ നമ്മുടെ പ്രേക്ഷകർ കണ്ടത്. എന്തായാലും ഇത് അതുപോലെ ആവാതിരിക്കട്ടെ, നമ്മുടെ ദൗത്യം പരാജയപ്പെടാതിരിക്കട്ടെ. നമ്മുടെ അതിഥിയെ തേടി നമ്മൾ ഇത്രയും ദൂരം 5 ജില്ലകൾ താണ്ടി ഞങ്ങൾ കുറേ നാളായി സ്നേക് മാസ്റ്റർ ടീം കോട്ടയം ജില്ലയിലേക്ക് വന്നിട്ട്, കോട്ടയം ജില്ലയിൽ ഒരു രാജവെമ്പാലെ കണ്ടെന്ന് പറഞ്ഞ് ഒരു വർഷങ്ങൾക്ക് മുന്നേ വിളിച്ച് ടീം അവിടെ നല്ല സ്പീഡിൽ വരികയുണ്ടായി. വന്ന് വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു, ലക്ഷണം കണ്ടപ്പോൾ അതിൻ്റെ കളറൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചേട്ടാ ചേരയാണെന്ന്. പക്ഷേ ഞങ്ങളവിടെ വന്ന് അശ്രാന്തമായി പരിശ്രമിച്ച് മലയൊക്കെ ഇടിച്ച് മാറ്റി എടുത്തതൊരു വലിയ രാജവെമ്പാല അല്ലായിരുന്നു, ഒരു ചെറിയ ചേരയായിരുന്നു. എന്തായാലും ഇത് അങ്ങനെ ആവാതെ ഇവിടെ കണ്ട ഈ അതിഥിയെ കണ്ടത് ഇവിടുത്തെ ആണുങ്ങളല്ല, ഇവിടുത്തെ അമ്മയാണ്. ഇനി നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് ഈ അമ്മ പറഞ്ഞാലും ചേരയോ നുറുക്കോലിയോ ചുരുട്ടിയോ വല്ല ആയിരിക്കുമെന്ന് അറിയില്ല. എങ്കിൽ നമ്മളിന്ന് ഈ അമ്മയ്ക്ക് ഒരു സമ്മാനം അവാർഡ് കൊടുത്തിട്ടേ പോവുകയുള്ളൂ. നമ്മൾ എന്തായാലും നമ്മുടെ ദൗത്യം ആരംഭിക്കുന്നു. ലാഭമാണ് എന്താണ് എന്തായാലും ഞാൻ വിചാരിച്ചു ഇന്ന് വൈകിട്ട് ഇന്ന് വെളുക്കുന്നേരെ മതിൽ പൊളിക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല. നമ്മൾ കണ്ടു, നമ്മുടെ അത് നമ്മൾ പൊളിച്ചപ്പോൾ തന്നെ കല്ല് 2 ഏരിയയിൽ നിന്ന് ഇളക്കിയപ്പോൾ തന്നെ 2 പീസ് ഇളക്കിയപ്പോൾ തന്നെ അധികം ചുരുണ്ട് ഈ ഭാഗത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വയറും ഭാഗം നമ്മൾ കണ്ടു. നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും സമയം കളയുന്നു. അദ്ദേഹത്തിന് നമ്മൾ കല്ലിളക്കിയപ്പോൾ തന്നെ അദ്ദേഹം നേരെ കല്ലിനകത്തേക്ക് താഴേക്കും ഇറങ്ങി പോകാനുണ്ടായത്. എന്തായാലും അദ്ദേഹം പോയി അദ്ദേഹം തല പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഇതായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ബാക്കി ഭാഗം, ഉടൽ ഭാഗം ഇതായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഉടൽ ഭാഗം ഇതായിരിക്കുന്നു. നമുക്ക് അദ്ദേഹത്തെ ഇനി വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം ചിലപ്പോൾ വേറെ ഉള്ളിലേക്ക് കടന്നു പോകാം. അതുകൊണ്ട് നമ്മൾ എന്തായാലും അദ്ദേഹത്തെ ഇനി വിടുന്നില്ല. എന്തായാലും നമ്മുടെ ദൗത്യം ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ വലിയ ഒരു പാറ അടുക്കല്ലായിരുന്നു, ചെറിയ പാറ അടുക്കായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കുറച്ച് കല്ലിളക്കിയോടെ അദ്ദേഹത്തിന് നമുക്ക് കാണാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ആ കല്ലിളക്കുന്നതിനിടയിൽ തന്നെ അദ്ദേഹം താഴേക്ക് മറ്റൊരു ഹോളിലേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയാണ്. കെട്ടിന് വീതി ഇല്ലാത്തതുകൊണ്ട് ഏകദേശം ഒരു വരി കല്ല് മാത്രമേ, അതുകൊണ്ട് അദ്ദേഹം അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് കണ്ട് പരിചയപ്പെട്ട അതിഥിയാണ്, വ്യത്യസ്തമൊന്നുമല്ല. ഇദ്ദേഹം കോമൺ കോബ്ര എന്നറിയപ്പെടുന്ന, നാജ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന, മൂർഖൻ എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന, സർപ്പം എന്ന് സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന, നല്ലാത്താൻ പാമ്പ് എന്ന് തമിഴിൽ അറിയപ്പെടുന്ന, അതിനെ നാഗ് എന്ന് ഹിന്ദിയിൽ അറിയപ്പെടുന്ന അതിഥി തന്നെയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് അധികം പ്രായമൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിൻ്റെ തലയുടെ കെട്ട് കണ്ടിട്ട് ഇദ്ദേഹത്തിനിപ്പോൾ ഏകദേശം ഒരു 8 വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള, ഫീമെയിലല്ല മെയിലാണ്. കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ തലയുടെ കെട്ട് കണ്ടാൽ എന്നെ മെയിലായിട്ട് തോന്നുമെങ്കിലും ഫീമെയിലായിട്ട് തോന്നുമെങ്കിലും ഫീമെയിലല്ല, ഇദ്ദേഹം മെയിൽ തന്നെയാണ്. നല്ല ആരോഗ്യവാനാണ്. എനിക്ക് തോന്നുന്നത് ചൂട് കൂടിയത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഈ വീട്ടിൽ താഴെ അദ്ദേഹം വസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് വെള്ളം കിട്ടാതെ വന്നപ്പോൾ വീട്ടിൻ്റെ പരിസരത്തേക്ക് വന്നു. കാരണം വീടിൻ്റെ പരിസരത്താകുമ്പോൾ ജലത്തിൻ്റെ അംശമുണ്ട്, അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ വേസ്റ്റ് പോകുന്ന ഭാഗത്തോ അല്ലെങ്കിൽ അടുക്കളയുടെ വേസ്റ്റ് പോകുന്ന ഭാഗത്തൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടിയാണ് ഇവർ സാധാരണയായി കയറി വരുന്നത്.
അതുപോലെ തന്നെ ഇത് ഇപ്പോഴും അതിന് വന്നതായിരിക്കാം. ചൂട് നമുക്ക് തന്നെ ചൂട് താങ്ങാൻ പറ്റുന്നില്ല. എന്തായാലും 8 വയസ്സോളം പ്രായമുള്ള ആൺ മൂർഖൻ പാമ്പ് ആൺ മൂർഖൻ തന്നെയാണ് സർപ്പം എന്ന് സംസ്കൃതത്തിൽ അറിയപ്പെടുന്നത്. ഏകദേശം 5.5 അടിയോ 5.25 അടിയോളം നീളം ഇദ്ദേഹത്തിന്. ഞാൻ തന്നെ 5 അടി 9 ഇഞ്ച് നീളമാണ്. ഇതിപ്പോൾ 5.25 അടിയിലേറെ നീളമുണ്ട്. പരമാവധിയുള്ള ആവറേജ് വളർച്ചയായി വരുന്നു. അതുപോലെ നോക്കുക, നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മൾ ഒരുപാട് വ്യത്യസ്തരായ അതിഥികളെ പരിചയപ്പെടുത്തി. ഇന്നലെ ഇതുപോലെ നമ്മുടെ പ്രേക്ഷകർ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്കിലൊരു ഫോട്ടോ കണ്ടു. ഇത് കണക്കുള്ള ചെറിയ മൂർഖനെ പിടിച്ച് കൂട്ടിലിട്ടിട്ട് അതിനെ കരിമൂർഖൻ എന്നായിരുന്നു അതിനെ കൊടുത്തിരുന്നത്. പക്ഷേ കരിമൂർഖൻ പാമ്പ് കേരളത്തിൽ കരിമൂർഖൻ പാമ്പുകളില്ല. സാധാരണ ഇതുപോലെ ചട്ട പൊഴിക്കാറാകുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ വ്യത്യാസം, സ്കിൻ ഷെഡ് ചെയ്യാറാകുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ വ്യത്യാസമാണ് ഈ കറുത്ത കളർ. ഇപ്പോൾ സ്കിൻ ഷെഡ് ചെയ്യാറായിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ വയറ്റിൽ എന്തോ ഒരു മുറിവിൻ്റെ പാട് കാണുന്നുണ്ട്, ഒരു ചെറിയ മുഴ കാണുന്നത്. എനിക്കൊന്ന് നേരത്തെ ആരെങ്കിലും എവിടെന്നെങ്കിലും ഏറി കിട്ടിയതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടമോ ഉണ്ടായതായിരിക്കാം. ഈ മുഴ ഇങ്ങനെ ശ്വാസം ബ്രീത്ത് ചെയ്യുമ്പോൾ ആ മുഴ ഇങ്ങനെ എത്തി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഭക്ഷണം കിട്ടിയിട്ട് ഏകദേശം 1 മാസത്തിലേറെ ആയി കാണാൻ സാധിക്കും. കാരണം സാധാരണ പാമ്പുകൾ എപ്പോഴും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന പാമ്പാണെങ്കിൽ അല്ലെങ്കിൽ അതിഥിയാണെങ്കിൽ പിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ മോഷൻ തള്ളിപ്പോവുക ഒരു പതിവാണ്. പക്ഷേ ഇതിപ്പോൾ മോഷൻ ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഭക്ഷണവും വെള്ളമൊക്കെ കിട്ടിയിട്ട് കുറച്ച് 1 മാസത്തിലേറെ ആയ ഒരു ലക്ഷണമാണ് കാണുന്നത്. മൂർഖൻ പാമ്പുകളെ പരിചയപ്പെടുമ്പോൾ പത്തിക്ക് പത്തിക്ക് നല്ല വീതിയുള്ള പാമ്പുകളെ കിട്ടാണ്. കഴിഞ്ഞ കുറേ നാളുകൾ നമ്മുടെ അസ്ഥി കൂട്ടുന്ന പശുവിനെ കട്ട് ചെയ്യുമ്പോൾ അസ്ഥിയൊക്കെ കൂട്ടുമ്പോൾ ആ അസ്ഥിക്ക് കുഴിക്കകത്തുനിന്നൊരു പാമ്പിനെ എടുത്തതിൻ്റെ പത്തി നല്ല വീതിയുള്ള ഇതിൻ്റെ 2 ഇരട്ടി വീതിയായിരുന്നു. കാരണം അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്തൊക്കെ ഒരു സംഭവം ഉണ്ടായി. അടുത്ത കാലത്തൊരു വാർത്ത കേട്ടു, ഫേസ്ബുക്കിലൊരു വാർത്ത കണ്ടു, പില്ലാനി മൂർഖൻ എന്നാണ്. ആ പില്ലാനി മൂർഖൻ എന്ന് പറയുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, മൂർഖൻ പാമ്പിൻ്റെ മലയാളം പേര് മൂർഖൻ എന്നും സംസ്കൃതം സർപ്പമെന്നും കോബ്ര എന്ന് ഇംഗ്ലീഷിലുണ്ട്. അപ്പോൾ പില്ലാനിയുടെ ഇംഗ്ലീഷ് എന്താണെന്ന് കൂടി ഒന്ന് പറഞ്ഞു കൊടുത്താൽ നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനൊരു മൂർഖൻ പാമ്പ് കേരളത്തിലില്ല. മൂർഖൻ എന്ന് മാത്രമേ ഉള്ളൂ. പില്ലാനി മൂർഖനെന്നോ കൈത മൂർഖനെന്നോ ഈന്തി മൂർഖനെന്നോ പന മൂർഖനെന്നോ അങ്ങനെ ഒരു മൂർഖൻ പാമ്പുകളില്ല. നാജ എന്ന് അറിയപ്പെടുന്ന കോമൺ കോബ്ര എന്നറിയപ്പെടുന്ന ഒരേ ഒരു മൂർഖൻ മാത്രമേ നമ്മുടെ കേരളത്തിലുള്ളൂ. അല്ലാതെ ഇല്ലാത്ത പാമ്പുകളുടെ പേര് പറഞ്ഞ് വീണ്ടും നമ്മുടെ നാട്ടുകാരെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക. മൂർഖൻ ഒരിനം മാത്രമേ ഉള്ളൂ. ഏകദേശം 14ഓളം കളറുകളിലാണ് ഇദ്ദേഹത്തിനെ കണ്ടുവരുന്നത് എന്നുള്ളത് കൂടി നിങ്ങൾ ഓർമ്മിക്കുക. ഇപ്പോൾ പാമ്പുകളുടെ ഇണജൽ സമയമായിരുന്നു, കഴിയുകയാണ്. ഒരു വർഷാവസാനം നവംബർ, ഡിസംബർ, ജനുവരി പകുതി കഴിയുമ്പോൾ മൂർഖൻ്റെയും അണലിയുടെ ഇണജൽ സമയം കഴിയുകയാണ്. ഇപ്പോൾ ഇണജൽ സമയം കഴിഞ്ഞു. ഇനി അങ്ങോട്ട് മുട്ടയിടാനായി മാളം തേടി പാമ്പുകൾ സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ജനുവരി, ഫെബ്രുവരി കഴിഞ്ഞാൽ മുട്ടയിട്ട് കഴിയുന്നു. മാർച്ച് അവസാനം ഏപ്രിൽ മാസമാകുമ്പോൾ മുട്ട വിരിയുന്നു, അണലി പ്രസവിക്കുന്നു. ഇവിടെ അണലിയുടെ സാന്നിധ്യം കുറവാണ്. ഇവിടെ കൂടുതലായി മൂർഖൻ പാമ്പുകളാണ് കൂടുതലായി കണ്ടുവരുന്നത്. പക്ഷേ കോട്ടയം ജില്ലയിൽ സിറ്റിയോട് അനുബന്ധിച്ചുള്ള സ്ഥലങ്ങളിൽ അണലിയാണ് കൂടുതലുള്ളത്. മൂർഖൻ പാമ്പിൻ്റെ എണ്ണം കുറവാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ അതിഥിയെ നമ്മൾ ബോട്ടിലാക്കിയതിന് ശേഷം നമുക്ക് ഇവരോട് യാത്ര പറയേണ്ടതുണ്ട്. നമുക്ക് ഈ അതിഥിയെ ബോട്ടിലാക്കാം. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ ദൗത്യം വളരെ പെട്ടെന്ന്, ഞാൻ വിചാരിച്ച് വീട്ടിൽ നിന്ന് ഞാൻ മതിലൊക്കെ പൊളിക്കാൻ വേണ്ടി വേറെ പാൻസ് അവിടെ നിന്ന് ഇട്ടുകൊണ്ടുവന്ന പാൻസൊന്നും അല്ല, ഇവിടെ നിന്ന് പെട്ടെന്ന് വേറെ പാൻസൊക്കെ മാറി ഒരുപാട് പൊളിച്ച് രാത്രി ആയാലും ഇതിനെ കിട്ടുള്ളൂ എന്നൊക്കെ ആയിരുന്നു എൻ്റെ കണക്കുള്ളൂ. കാരണം സാധാരണ പാറ പൊളിക്കാൻ പോകുമ്പോൾ അങ്ങനെയാണ്. ഇതങ്ങനെയൊന്നും വന്നില്ല. പെട്ടെന്ന് ആ അതിഥി നമുക്ക് കാണാം. ഒരു 2 സ്റ്റെപ്പ് ഇളക്കിയപ്പോൾ തന്നെ, അല്ലെങ്കിൽ 2 പ്രാവശ്യം കല്ല് മറിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിനെ കാണാം. എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം ഇപ്പോൾ അവസാനിക്കുന്നു. നമ്മൾ നമുക്ക് വേണ്ടി കാത്തുനിന്ന ഇവരോട് യാത്ര പറഞ്ഞ് മറ്റൊരു അതിഥിക്കായി, പുതിയൊരു അതിഥിക്കായി, വ്യത്യസ്തനായ ഒരു അതിഥിക്കായി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. നമ്മൾ അടുത്ത അതിഥിയെ തേടിയുള്ള യാത്രയ്ക്ക്. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പിരപ്പങ്കോട് ക്ഷേത്രത്തിനടുത്താണ്. പക്ഷേ എനിക്ക് ഈ അടുത്ത സ്ഥലത്ത് എത്തിക്കുന്നതിന് മുന്നേ എത്തി നിൽക്കുമ്പോൾ തന്നെ എനിക്ക് നമ്മുടെ പ്രേക്ഷകരോടൊരു സങ്കടം പറയാനുള്ളത്, ഞാനിപ്പോൾ തൊട്ടടുത്ത് ഒരു പാമ്പിനെ പിടിക്കുന്നുണ്ടായിരുന്നു, വേങ്കവിള എന്ന് പറയുന്ന സ്ഥലത്ത്. പാമ്പിനെ പിടിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന പുറകിൽ കൂടി ഒരാൾ എൻ്റെ മുതുകിൽ തട്ടി എൻ്റെ അടുത്ത് ഇങ്ങനെ ഷോൾഡറിൽ തട്ടിയിട്ട് നല്ല മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് പാമ്പിനെ തൊടണമെന്ന് പറയുകയുണ്ടായി. അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം, ഞാൻ പാമ്പിനെ ശ്രദ്ധിച്ചിരുന്നപ്പോൾ അദ്ദേഹം വന്നിട്ട് പാമ്പിനെ തൊടാനായി വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ തള്ളി മാറ്റേണ്ട ഒരവസ്ഥ വന്നു. നമ്മുടെ എനിക്ക് തോന്നുന്നത് പാമ്പിൻ്റെ ഭയം മാറ്റാനായിട്ട് ഞങ്ങൾ അശ്രാന്തം കഷ്ടപ്പെടുമ്പോൾ അത് മുതലാക്കിയെടുക്കുന്നു, അല്ലെങ്കിൽ അതിനെ ദുർവഴിക്ക് സഞ്ചരിപ്പിക്കാൻ വേണ്ടി ആൾക്കാർ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു സംശയം നമ്മളെ മനസ്സിലിപ്പോൾ ഒരുപാട് ഞങ്ങളുടെ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ മനസ്സിൽ തന്നെ ഇത് ഉടലെടുക്കുന്നുണ്ട്. നമ്മളൊരിക്കലും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു സംരംഭം അല്ലെങ്കിൽ നമ്മുടെ സന്തുലിതാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ
നമ്മുടെ പാമ്പുകളെന്ന് പറയുന്ന സാധുവായ ജീവി നമുക്ക് ഭൂമിക്ക് അനിവാര്യമാണ് എന്ന് നമ്മുടെ ജനതയെ ബോധവൽക്കരിക്കാൻ വേണ്ടിയുള്ളൊരു പ്രോഗ്രാമാണ് സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്ത് പാമ്പിൻ്റെ വെനമാണ് ഏറ്റവും നല്ല ഔഷധം. അല്ലെങ്കിൽ വരും കാലങ്ങളിൽ നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ നമ്മുടെ ജനതയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് മനുഷ്യന് മാരകമായ അസുഖങ്ങളുണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ മനുഷ്യന് അസുഖങ്ങളുണ്ടാകുമ്പോൾ ആ അസുഖങ്ങളിൽ നിന്ന് മുക്തനാക്കാനുള്ള ഔഷധങ്ങളാണ്, പ്രത്യൗഷധങ്ങളാണ് പാമ്പിൻ്റെ വെനമെന്ന് നമ്മുടെ അവതാര പുരുഷന്മാരിൽ ഒരാൾ കണ്ടെത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ നമുക്കറിയാം, ഭഗവാൻ ശിവൻ അവറുകളാണ്. കാരണം ലോകത്ത് ആദ്യമായിട്ട് മാനവരാശിയെ ബോധവൽക്കരിക്കാനായി പാമ്പിൻ്റെ വെനം കഴിച്ചു കാണിച്ച ആളാണ് ശ്രീമാൻ ഭഗവാൻ ശിവൻ അവറുകൾ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് ഒരുപാട് അനിവാര്യമായി മാറുകയാണ് പാമ്പിൻ്റെ വെനവും പാമ്പുമൊക്കെ. സന്തുലിതാവസ്ഥയ്ക്ക് അനിവാര്യമാണ് പാമ്പുകൾ. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ അശ്രാന്തം ഊണില്ലാതെ ഉറക്കമില്ലാതെ റെസ്റ്റില്ലാതെ സ്നേക്ക് മാസ്റ്റർ ടീം യാത്ര ചെയ്ത് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വ്യത്യസ്തനായ അനുഭവങ്ങളുമായി അല്ലെങ്കിൽ വ്യത്യസ്തരായ അതിഥികളെയും തേടിയുള്ള യാത്രയ്ക്കിടയിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഞങ്ങളെ മനസ്സിനെ തളർത്തുകയാണ് ചെയ്യുക. കാരണം ഞങ്ങൾ ഇങ്ങനൊരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ആരെങ്കിലും മദ്യപിച്ചുകൊണ്ട് വന്ന് പാമ്പിനെ തൊടാൻ ശ്രമിച്ച് അദ്ദേഹത്തിന് കടിയേൽക്കുകയാണെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് നമ്മളെ സ്നേഹിക്കുന്ന ജനങ്ങൾ പോലും, നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രേക്ഷകർ പോലും നമുക്കെതിരാകും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകരോട് അല്ലെങ്കിൽ ഞങ്ങളെ പാമ്പിനെ പിടിക്കാൻ വിളിക്കുന്ന വീട്ടുകാരോട് എനിക്കൊരു അഭ്യർത്ഥനയാണ്. ഞങ്ങളുടെ സ്നേക്ക് മാസ്റ്റർ ടീം നിങ്ങൾ തൊഴുതപേക്ഷിക്കുകയാണ്. കഴിയുമെങ്കിൽ നിങ്ങൾ കഴിവിൻ്റെ പരമാവധി പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ച് കൂട്ടാതിരിക്കുക. ഇതായിരിക്കും നമ്മുടെ പ്രേക്ഷകരെ പരിചയപ്പെടാനായിരിക്കുന്ന ഇന്ത്യയിൽ ഏറ്റവും അപകടകാരി എന്നറിയപ്പെടുന്ന രാജ വെൺപാലയ്ക്കിടെ കടിയേറ്റാൽ മരണപ്പെടും എന്നുള്ളതല്ല, ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റാൽ മാരകമായ അപകടമാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഇദ്ദേഹം ചെറിയ ആളൊന്നുമല്ല, ഇദ്ദേഹം വലിയ ആൾ. ഏകദേശം നോക്കുക, ഇദ്ദേഹത്തിന് ഒരു കുഴപ്പമുണ്ട്. ഇദ്ദേഹത്തിന് ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ അറിയാം, ഇദ്ദേഹത്തിൻ്റെ ഇടതുവശത്തെ കണ്ണിൽ ഒരു ചെറിയ മൂടൽ. അതുമാത്രമല്ല, ഇദ്ദേഹം ഫീമെയിലല്ല, ഇദ്ദേഹം മെയിലാണ്, ആണാണ്. അതുമാത്രമല്ല, വേറൊരു പ്രത്യേകതയുള്ളത്, ഇദ്ദേഹത്തിന് ഏകദേശം 10 വയസ്സെങ്കിലും പ്രായം വരണം. ഇദ്ദേഹത്തിൻ്റെ കളർ നമ്മുടെ കേരളത്തിൽ 7 കളറിൽ അണലികളെ കാണുന്നതിൽ ഒരു കളറാണ് ഇദ്ദേഹം. നമ്മളെന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു. നമ്മളെന്തായാലും നമ്മുടെ ഈ അതിഥിയെ, നമ്മുടെ പ്രേക്ഷകർ ഒരിക്കലും ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത്. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏത് ദിശയിലേക്കും ചാടി കുതിച്ച് കടിക്കുന്ന അതിഥിയാണ്. പിടിക്കുന്ന കയ്യിലേക്ക് കടിക്കാൻ കഴിവുള്ളൊരു അതിഥിയാണ്. ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റാൽ നമ്മൾ വൃക്കകൾ തകരാറിലാവുകയും നമുക്ക് മൂത്രതടസ്സം അനുഭവപ്പെടുകയും നമ്മുടെ രക്തഞരമ്പുകൾ പൊട്ടി, ഞരമ്പിന് പുറത്തുകൂടി രക്തം പൊട്ടി വാർന്നൊഴുകുകയും അതുവഴി നമ്മുടെ ഈ രോമകൂപത്തിൽ കൂടിയും യൂണിൽ കൂടെയൊക്കെ രക്തത്തെ കാണുകയൊക്കെ ഒരു പ്രവണതയാണ് ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റാൽ. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇദ്ദേഹം ഏത് ദിശയിലേക്കും ചാടി കടിക്കുന്ന ഒരു അതിഥിയാണ്. നിങ്ങൾ ഓർക്കുക മറ്റൊരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ ദേഹത്താണ് ചേനയുടെ തണ്ടിലുള്ള വട്ടപ്പാടുകളാണ് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ ചേനത്തണ്ടൻ എന്ന് വിളിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മുടെ പ്രേക്ഷകർ ഓർത്തു വെക്കുക. വട്ടക്കൂറ എന്നറിയപ്പെടുന്ന, ചേനത്തണ്ടൻ എന്നറിയപ്പെടുന്ന, വൈപ്പർ എന്നറിയപ്പെടുന്ന, റസൽസ് വൈപ്പർ എന്നറിയപ്പെടുന്ന അതിഥി. ഇദ്ദേഹത്തിന് തമിഴിൽ കണ്ണാടി വിരിയൻ പാമ്പ് എന്നറിയപ്പെടുന്നു. കഴിവിൻ്റെ പരമാവധി അല്ലെങ്കിൽ ഒരാൾ പോലും ഇതിനെ അനുകരിക്കാതിരിക്കുക. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ വാല് മുറിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൂർവികർ പറയും, വാല് മുറിഞ്ഞു പോയാൽ നമ്മുടെ പൂർവികർ പറയും ഇതിന് പാമ്പുകൾക്ക് പ്രായം കൂടുമ്പോൾ കുറുകുമെന്നാണ്. അതെല്ലാം ശുദ്ധ മണ്ടത്തരാണ്, അതെല്ലാം തട്ടിപ്പാണ്. അതുപോലെ ഈ അടുത്ത കാലത്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരു സംഭവം കാണാൻ, ഒരു പാമ്പിൻ്റെ തലയിൽ കത്തി വെച്ചിട്ടിങ്ങനെ ചുരണ്ടുമ്പോൾ 2 കറുത്ത കല്ല് വരുന്ന കേട്ടോ. അതാണ് നാഗമാണിക്യം എന്നൊരു തെറ്റായ പ്രചരണം കൂടി നമ്മുടെ പ്രേക്ഷകർ അത് തെറ്റാറ്റി തന്നെ കാണുക. അത് തട്ടിപ്പാണെന്നുള്ളത് മനസ്സിലാക്കുക. അതിൻ്റെ തല മുറിച്ചല്ല അതെടുക്കുന്നത്, കല്ല് വെറുതെ അടുത്ത് വെച്ചിട്ട് അവർ ആ പിച്ചാത്തി തലയിൽ വെച്ചിരിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നുള്ളത് കൂടി അറിഞ്ഞു വെക്കുക. പാമ്പുകൾക്ക് നാഗമാണിക്യമില്ല എന്നുള്ളത് കൂടി നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളെന്തായാലും ഈ അതിഥിയെ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് അണലികൾ അല്ലെങ്കിൽ റസൽസ് വൈപ്പർ അല്ലെങ്കിൽ ചേനത്തന്നെ ഒരുപാട് പേരെ പരിചയപ്പെട്ടതാണ്. ഈ കളറിൽ വളരെ അപൂർവം മാത്രമാണ് കണ്ടിരിക്കുന്നത്. നോക്കി, ഇത് ഒരു കളറാണ്. അങ്ങനെ 7 കളറിൽ നമ്മുടെ കേരളത്തിൽ അണലികളെ കണ്ടുവരുന്നു. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. എല്ലാത്തിൻ്റെയും പേര് അണലിയെന്നും ചേനത്തണ്ടെന്നും വട്ടക്കൂറ എന്നും വൈപ്പറെന്നും റസൽസ് വൈപ്പർ എന്നൊക്കെ തന്നെയാണ്. ഇതുപോലെ എടുത്ത് അനുകരിക്കാൻ ശ്രമിക്കരുത്. ഇദ്ദേഹത്തെ നമ്മൾ എന്തായാലും വെച്ച് കളിക്കുന്നില്ല. ഇദ്ദേഹത്തിലെ ചാക്കിലാക്കി അല്ലെങ്കിൽ ഇവിടുന്ന് ഈ വീട്ടിൽ നിന്നൊരു ബോട്ടിൽ വാങ്ങി
ബോട്ടിൽ അടച്ചതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിയെ തേടി നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ പുതിയ ഒരു അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക്ക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ kaumudi.tvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.